ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എൽ ബ്ലോഗ്സ് വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ജെല്ലി ഉണ്ടാക്കിയാലോ. അപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും ഒരുപോലെ സ്വീകരിച്ച, അവർ വളരെ ഇഷ്ടത്തോടെ ആസ്വദിച്ച, അവരുടെ കൂടെ തന്നെ നമുക്ക് ഒരു കളി കൂട്ടുകാരെ പോലെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഈ ഒരു ഫൺ വീഡിയോ ആയിട്ട് ഇതിനെ എടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ജെല്ലി പൗഡറാണ്. അപ്പം നമുക്ക് ഇത് വേക്ക്ഫീൽഡിൻ്റെ ജെല്ലി പൗഡറാണ്. അതിനകത്ത് രണ്ട് സാധനങ്ങളുണ്ടാവും, ഒരു സിൽവർ കളറും ഒരു വൈറ്റ് കളറും. അതിനകത്ത് രണ്ടുമുള്ള സാധനങ്ങൾ ഇതിലേക്ക് എംപ്റ്റി ചെയ്യിക്കണം. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടത് 3 ഗ്ലാസ് വെള്ളം. ഈ 3 ഗ്ലാസ് വെള്ളത്തെ നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് ഈ തിളപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഒരു 1-2 മിനിറ്റ് ഇരുന്ന് ആറിയതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ജെല്ലിയുടെയും ഈ മിക്സ്ചറിനകത്തോട്ട് ഇത് പതുക്കെ ചേർത്ത് ഇളക്കി കൊടുക്കാം. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ചോണം, വളരെ പതുക്കെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിനെ വീണ്ടും 1 മിനിറ്റ് വല്ലതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതും ഒത്തിരി റെസ്റ്റ് ചെയ്യരുത്, കാരണം ഈ ഒരു റെസ്റ്റ് ചെയ്യുന്ന പീരീഡ് മതി ഇത് ഹാർഡനായി തുടങ്ങും. അല്ലെങ്കിൽ ഇത് ജെല്ലിയായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങിക്കഴിയും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കുറച്ച് മോൾഡുകളാണ്. അപ്പം ഏത് തരത്തിലുള്ള മോൾഡ് വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ഗ്ലാസ്സുകൾ പോലും ഉപയോഗിക്കാം. അപ്പം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ മോൾഡുകളും നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഹാർട്ടിൻ്റെ മോൾഡാണ്. അതുപോലെ ഇത് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ടൈപ്പ് വരുന്ന മോൾഡാണ്. പിന്നെ കപ്പ് കേക്കിൻ്റെ മോൾഡ്സും ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി എടുത്ത് എല്ലാം തുടച്ചൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പിള്ളേരെയും കൂടെ കൂട്ടാവുന്നതാണ്. അവരും നമ്മുടെ കൂടെ നിന്ന് ചെയ്യും, അവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ താനും ഇത്. എന്നിട്ട് ഇത് ഹാർഡനായി പോകുന്നതിന് മുമ്പ് തന്നെ വെള്ളമായിട്ടിരിക്കുന്ന പരുവത്തിൽ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓരോ മോൾഡിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഈ കപ്പ് കേക്കിൻ്റെ ബൗൾ. അതിനകത്ത് വേണ്ടത് മാത്രം ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് ഇനിയും നമുക്ക് ആ പൂക്കൾ, കുട്ടികൾ 4 പേരും ചുറ്റുമുണ്ട്, അവരെല്ലാവരും നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ നോക്കി ഭയങ്കര ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഇതുപോലെ സന്തോഷം വേറെ ഒന്നുമില്ല. ഒരു പാക്കറ്റ് ഉണ്ടാക്കി വീണ്ടും ഉണ്ടാക്കി തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയും നമുക്ക് എന്ത് ചെയ്യണം? ഒരു 40 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യണം. 40 മിനിറ്റ്സൊക്കെ ആവുന്നതിന് മുമ്പേ സാധനം ആയി വരും. കണ്ടോ, ആദ്യം എടുത്തത് ശരിയായില്ല. ചെറിയ മോൾഡുകളിലാവുമ്പം ഒരു ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ടാണ്. അപ്പം എന്താ പറയുക, അതിനെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടാൻ. അതേസമയം ഈ കപ്പ് കേക്കിൻ്റെ മോൾഡിലെടുത്തതെല്ലാം വളരെ ഈസി ആയിട്ട് കിട്ടി. ഞാൻ പറഞ്ഞതുപോലെ കപ്പ് കേക്കിൻ്റെ മോൾഡില്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സുകളോ കുപ്പി ഗ്ലാസ്സുകളോ യൂസ് ചെയ്യാവുന്നതാണ്. എന്ത് സാധനം എടുത്താലും അത് അതിൻ്റേതായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടും. ചിലതൊക്കെ ചീറ്റിപ്പോയതുണ്ട്, ഞാനതൊന്നും മാറ്റുന്നില്ല. ചീറ്റിപ്പോയതൊക്കെ അതുപോലെ വെക്കുവാണ്. പിന്നെ ഇത് ഇപ്പം മറ്റേതൊക്കെ കട്ടി കുറഞ്ഞു പോയത് കൊണ്ടുകൂടാണ്. അതായത് ആ മോൾഡിനകത്ത് മൊത്തം നമ്മളത് ഒഴിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വല്ലാതെ വന്നത്. ഇത് കപ്പ് കേക്കിൻ്റെ അതിനകത്ത് അടർത്തി എടുത്തതാണ്. ഈസി ആയിട്ടാണ് ഇത് വരും, കണ്ടോ. അങ്ങനെ ഇത് ഈസി ആയിട്ട് അടർത്തിയെടുത്തു. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ പല ഫ്ലേവേഴ്സ് കിട്ടും. ഇത് റാസ്ബെറി ഫ്ലേവറാണ് ഞാനിപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ സ്ട്രോബെറി ഫ്ലേവറും മറ്റ് ഫ്ലേവറുകളും ഒക്കെ ലഭിക്കും. ഞാൻ കടയിൽ കണ്ടത് വേക്ക്ഫീൽഡിൻ്റെ ഈ 2 ഫ്ലേവറാണ്, റാസ്ബെറി ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവറും. അങ്ങനെ എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുമായിരുന്നു. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ ഇച്ചിരിയും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. തണുപ്പൂടുള്ളപ്പം ഒരു ഇച്ചിരിയും കൂടെ നന്നായിട്ട് തോന്നും. അപ്പം ഞാനിത് ഫ്രിഡ്ജ് വെച്ചില്ല ഇപ്രാവശ്യം, ബട്ട് 2 പാക്കറ്റോടെ മേടിച്ചായിരുന്നു. അത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് ഉപയോഗിച്ചു. അപ്പം നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് മേടിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ മതി. ഇതൊന്നും ആരോഗ്യത്തിന് അങ്ങനെ അത്ര നല്ല സാധനങ്ങളൊന്നും ആയിരിക്കത്തില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. എല്ലാവരും ജീവിതം ആസ്വദിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഐ ഓൾവേസ് സേ ലിവ് ലൈഫ്, ലവ് ലൈഫ്, ടേക്ക് കെയർ എവരിവൺ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിള്ളേരെല്ലാം എക്സൈറ്റഡ് ആയിട്ട് ഒരു ഫുൾ സംഭവമൊക്കെ എടുത്ത് അങ്ങനെ വായിലേക്ക് ഇടുവാണ്. നമുക്ക് കാണുമ്പോൾ പേടി വരും, ബട്ട് ഇറ്റ് ഇസ് വെരി സോഫ്റ്റ്, സോ ഇറ്റ് ഇസ് ഫൈൻ. സോ ടേക്ക് കെയർ എവരിവൺ, ബൈ ബൈ. ചെറുതായിരുന്നോ അതോ വലുതായിരുന്നോ?